പഴുത്ത മത്തം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് പായസമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 ചെറിയ മത്തനെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മത്തനാണ് കേട്ടോ. അതൊന്ന് വലിയ കഷ്ണങ്ങളാക്കി തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 അച്ച് വലിയ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മത്തനെ. ഇനി നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. ഇനി കലക്കി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 2-3 മിനിറ്റ് കൈ വിടാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് സെറ്റായി വന്നോളും. ഇനി നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. 2-3 ഏലക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ല അടിപൊളി ശർക്കര മത്തൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ശർക്കര മത്തൻ പായസമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ പായസമാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഉണ്ടാക്കി നോക്കാം.